ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. +2 ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റായ ജണ്ട ഊഞ്ചെ രഹേ ഹമാര എന്ന യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ് മേരെ ഭാരത് വാസിയോ. ജവഹർലാൽ നെഹ്റു എഴുതിയ ഭാഷൻ പ്രസംഗമാണ് പാഠഭാഗം. നോക്കിയേ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമ്മുടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ ഷഹീദുകൾ, രക്തസാക്ഷികളായി മാറി. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തി ജനങ്ങളോട് നടത്തിയ പ്രസംഗമാണ് പാഠഭാഗം. നോക്കിയേ. മേരെ ഭാരത് വാസിയോ. कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था. नियति विधि, മിൽന കണ്ടുമുട്ടുക, വചൻ വാക്ക്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ വിധിയോടെ കണ്ടുമുട്ടും എന്ന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ വിധിയോടെ കണ്ടുമുട്ടും എന്ന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ അബ് സമയ ആ ഗയാ ഹേ കി ഹം അപനെ വചൻ കോ നിഭായെ പുരി തരഹെ ന സഹെ. നിഭാന നിറവേറുക. ഇപ്പോൾ ആ വാക്ക് പാലിക്കാനുള്ള സമയമായി. പൂർണ്ണമായിട്ടില്ലെങ്കിലും, പുരി തരഹിന സഹി പൂർണ്ണമായിട്ടില്ലെങ്കിലും ആ വാക്ക് പാലിക്കാനുള്ള സമയം ആയി. ലേക്കിൻ ബഹത്ത് ഹദ് തക്ക് ആജ് രാത്ത് 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उड़ेगा. ഹദ് പരിധി 12 बजे 12 മണി, ദുനിയ ലോകം, സഹി ശരി, സുബഹെ പ്രഭാതം. എന്നൊക്കെ. എന്നാൽ ലേക്കിൻ എന്ന് വെച്ചാൽ എന്നാൽ ഒരു പരിധി വരെ, ഹദ് തക്ക് എന്ന് വെച്ചാൽ പരിധി വരെ, ലേക്കിൻ ബഹത്ത് ഹദ് തക്ക് എന്നാൽ ഒരു പരിധി വരെ. ആജ് രാത്ത് ഇന്ന് രാത്രിയിലെ 12 ബജെ 12 മണിക്ക് ദുനിയ ഉറങ്ങുമ്പോൾ, ലോകമുറങ്ങുമ്പോൾ, ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ പ്രഭാതങ്ങളിലേക്ക് ഉണരും. ലോകം ഉറങ്ങുമ്പോൾ നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ പ്രഭാതങ്ങളിലേക്ക് ഉണരും. ഏക ഐസാ ക്ഷൺ ജോ ഇതിഹാസമേ ബഹുത് ഹി കം ആതാ ഹെ. ഇങ്ങനെയുള്ള ക്ഷൺ, നിമിഷം, ഇതിഹാസ ചരിത്രം കം കുറവേ. ചരിത്രത്തിൽ ഇത്തരം നിമിഷങ്ങൾ വളരെ വിരളമാണ്, അല്ലെ കുറവാണ്. ജബ് ഹം പുരാനെ കോ ഛോട് നയെ കി തരഫ് ജാത്തെ ഹെ. ഛോടിന ഉപേക്ഷിക്കുക, പുരാന പഴയത്, നയ പുതിയത്. ജബ് ഹം പുരാനെ കോ ഛോട് നാം പഴയതിനെ ഉപേക്ഷിച്ച്, നയ കാ തരഫ്, നയ എന്ന് വെച്ചാൽ പുതിയതിലേക്ക് പോകുന്നു, പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് പോകുന്നു. ജബ് തക്ക് ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹെ. ഒരു യുഗം അവസാനിക്കുന്നു. അതായത് ബ്രിട്ടീഷുകാർ എന്ന ഭരണം, അവരുടെ ഭരണം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ത്യയുടേതായ ഭരണം ആരംഭിക്കുന്നു. और जब वर्षों से शोषित एक देश की आत्मा अपनी बात कह सकती है. शोषित ചൂഷണം, ആത്മാ ആത്മാവെ, ബാത്ത് കാര്യം. ജബ് വർഷം സെ അതായത് വർഷങ്ങളായി ചൂഷണം ചെയ്യപ്പെട്ട ഏക് ദേശ് ഒരു ദേശത്തിൻ്റെ ആത്മാവെ, അപ്പനി ബാത്ത് എന്ന് വെച്ചാൽ സ്വന്തം കാര്യം തുറന്ന് പറയുവാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ പറഞ്ഞേ? വർഷങ്ങളായി ചൂഷണം ചെയ്ത ഒരു ദേശത്തിൻ്റെ ആത്മാവെ സ്വന്തം കാര്യം തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. യഹ് ഏക് സംयोग है कि इसे पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा, मौका, അവസരം, खुद स्वयं. നോക്കിയേ. യഹ് ഏക് സംयोग है कि इसे पवित्र മൗക്കെ पर അപൂർവമായ ഈ അവസരത്തിൽ, അതായത് അപൂർവമായ ഈ അവസരത്തിൽ നാം വാക്ക് കൊടുക്കുന്നു. ഭാരതത്തിനെ മാത്രമല്ല, അതായത് ഭാരതത്തിലെ ജനങ്ങളെ മാത്രമല്ല സേവിക്കുന്നത്, और उससे भी बैठकर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. അതായത് ലോക മാനവതയ്ക്ക് വേണ്ടി സേവനം ചെയ്യുമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു. അതായിരുന്നൊക്കെ ഈ അപൂർവ അവസരത്തിൽ നാം വാക്കുകൊടുക്കുന്നു. ഭാരതത്തിലെ ജനങ്ങളെ മാത്രമല്ല സേവിക്കുന്നത്, പിന്നെയോ ലോക മാനവതയ്ക്ക് വേണ്ടി സേവനം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു. ഓക്കെ. അടുത്ത പാര. ഇതിഹാസ് കെ आरंभ के साथ ही भारत ने अपनी अंतहीन खोज प्रारंभ की. खोजना തേടുക, ഇതിഹാസം ചരിത്രം.
നോക്കി അന്തഹീൻ എന്ന് വെച്ചാൽ അന്തമില്ലാത്ത. ശ്രദ്ധിക്കുക, ഇതിഹാസിക ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഭാരതം തൻ്റെ അന്തമില്ലാത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഭാരതം തൻ്റെ അന്തമില്ലാത്ത അന്തഹീനമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ആവർന ജാനെ കിത്തനി ഹി സദിയോ ഇസ്കി ഭവ്യ സഫലതാവും और അസഫലതാവും സേ ഭരി ഹുയി ഹേ. സതി നൂറ്റാണ്ട് കിത്തന എത്രയോ. ഭവ്യ എന്ന് വെച്ചാൽ സുന്ദരമായ ഭവ്യമായ സഫലത വിജയങ്ങൾ പറഞ്ഞാൽ നിറയുക. ഓക്കെ, ആവർന ജാനെ കിത്തനി ഹി അറിയില്ല എത്രയോ സതികൾ നൂറ്റാണ്ടുകൾ അതിൻ്റെ ഭവ്യമായ വിജയങ്ങളും പരാജയങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്താ പറഞ്ഞേ? അറിയില്ല എത്രയോ നൂറ്റാണ്ടുകൾ അതിൻ്റെ ഭവ്യമായ വിജയങ്ങളും പരാജയങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടുത്ത് നോക്കിയേ, ചാഹേ അച്ഛാ ഭക്ത് ഹോ യാ ബുര. അച്ഛ നല്ലതേ, ബുര മോശം, ഭക്തേ സമയം നല്ല സമയത്തും മോശ സമയത്തും അല്ല ചീത്ത സമയത്തും. ഭാരതിനെ കഫി ഇസെ खोज से अपनी दृष्टि नहीं हटाई और कभी भी अपने उन आदर्शों को नहीं भूला जिससे इसे शक्ति थी. कभी എന്ന് വെച്ചാൽ ഒരിക്കലും, ഹടാന മാറുക, ആദർശം ഭൂൽന മറക്കുക. ഇനി നോക്കിയേ, ഭാരതം ഒരിക്കലും തൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറിയില്ല എന്ന് മാത്രമല്ല ഒരിക്കലും തൻ്റെ ആദർശങ്ങളെ മറന്നില്ല. ഇതുകൊണ്ട് അതിന് ശക്തി നൽകി. ഇവിടെ നോക്കിയേ, ആറിസെ ഭാരതിനെ കഫി ഇസെ ഖോജ് സെ അപ്പനി ദൃഷ്ടി സെ നഹി ഹടായി. ഭാരതം ഒരിക്കലും തൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറിയില്ല. കഫി അപ്പനെ ആദർശം സെ നഹി ഭുല, ഒരിക്കലും തൻ്റെ ആദർശങ്ങളെ മറക്കുകയും ചെയ്തില്ല. ജിസ് ഇസെ ശക്തി എന്ന് വെച്ചാൽ ഇതുകൊണ്ട് അതിന് ശക്തി നൽകി. അത് നോക്കിയേ, ആജ് ഹം ദൗർഭാഗ്യക്ക് ഏക യുഗ കാ അന്ത് കർ രഹേ ഹായ്. ഇന്ന് ദൗർഭാഗ്യത്തിൻ്റെ ഒരു യുഗം അവസാനിപ്പിച്ച്, അല്ലേ, ഇന്ന് ദൗർഭാഗ്യത്തിൻ്റെ ഒരു യുഗം അവസാനിപ്പിച്ച് അവർ ഭാരതെ പുനഃ ഖുദ് കോ खोज पा रहा है. പുനഃ വീണ്ടും ഖുദ് സ്വയം. ഭാരതം എന്ത് ചെയ്യുന്നു? ഭാരതം പുനരന്വേഷണം തുടങ്ങാൻ നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നെന്ത് ചെയ്യുന്നിരിക്കുന്നു? ദൗർഭാഗ്യത്തിൻ്റെ യുഗം അവസാനിപ്പിച്ച് ഭാരതം പുനരന്വേഷണം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ആജ് ഹം ജിസെ ഉപലബ്ധി കാ ഉത്സവ മനാ രഹാ ഹേ ബഹ മഹജ് ഏക് കദം ഹേ നയേ അവസരം കോ കുൽനെ കാ. കദം ചുവട് എന്നൊക്കെയാണ്. ചുവട് അറിയാവുന്നില്ലേ? മഹജ് വെറും കേവലം, ഉപലബ്ധി നേട്ടം, ഉത്സവ ആഘോഷം. എന്നൊക്കെ ആജ് ഇന്ന്. ആജ് ഹം ജിസെ ഉപലബ്ധി കാ ഉത്സവ് മനാ രഹാ ഹേ. നാം ഇന്ന് ഏത് നേട്ടത്തിൻ്റെ ഉത്സവമാണോ നടത്തുന്നത്? ബഹുമഹജ് ഏക് കദം, അതെന്ത് ചെയ്യുന്നു? അത് വെറും ഒരു തുടക്കം മാത്രമാണ്. നയ അവസരം കോക്കുലിനേക്ക, പുതിയ അവസരങ്ങൾ തുറക്കാനുള്ള ഒരു തുടക്കം മാത്രമാണ് ഇത്. നമുക്ക് ഒരു പാർട്ടായിട്ട് അതവിടെ നിർത്താം. സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ബാക്കി ഭാഗം. ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.